ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ദൗത്യസംഘം അവിടെ എത്തിയിട്ടുണ്ട്, ആർമിയുടെ സംഘം അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ആർമി ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ദൗത്യം കൂടുതൽ അടുത്ത നിലയിലേക്ക് മാറ്റേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്ന് ദൗത്യസംഘം പുറപ്പെട്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ആ ദൗത്യസംഘം അവിടെ എത്തും. ഹെലികോപ്റ്ററുകൾക്ക് അവിടെ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല, പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. നമുക്ക് ആ ചെളിയിൽ പൂണ്ട് നിൽക്കുന്നയാളുടെ ദൃശ്യം ഒരിക്കൽ കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എത്തിച്ചേരും, അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. ഒരു 200 മീറ്റർ അകലെയാണ് നമ്മളുടെ ഈ രക്ഷാദൗത്യം അവിടെയുള്ളത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നമ്മളുടെ കണ്ണൂരിൽ നിന്ന് ആർമി സംഘം പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ചെളിയിൽ പൂണ്ട് നിൽക്കുന്നയാൾ ഒരു ഭാഗത്ത്, ഒപ്പം ഈ ഗ്രാമത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള മദ്രസയിൽ 20 മീറ്റർ അകലത്തിലുള്ള സ്ഥലത്ത് ഒരു വീട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒരു +2 വിദ്യാർത്ഥി. ആ ദൃശ്യങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. PCR-ൽ നിന്ന് 2 ദൃശ്യങ്ങളും നമുക്ക് മാറി മാറി കൊടുക്കേണ്ടതുണ്ട്. നിലവിൽ ഈ ഗ്രാമത്തിൽ ഇനി അവശേഷിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ദൗത്യസംഘം. കടുത്ത വെല്ലുവിളികളും പ്രതിസന്ധികളും അതിജീവിച്ച് പോകുന്നത്. തകർന്ന പാലത്തിനൊരു ബദലുണ്ടാക്കിയാൽ മാത്രമേ ഈ ഗ്രാമത്തിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഗ്രാമം അപ്പാടെ തന്നെ ഉരുകി ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. സൈന്യം വയനാട്ടിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ്. ഇനി നമുക്ക് വീണ്ടും ഗ്രാമത്തിലേക്ക് പോകാം. ആ ദൃശ്യങ്ങൾ നമുക്ക് കൊടുക്കാം. ഒപ്പം ചെളിയിൽ പൂണ്ട് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ ദൃശ്യങ്ങൾ കൂടി ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് നൽകാവുന്നതാണ്. ഇതൊരു വീടാണ്. ആ വീട് ദിവസങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച വീട്, പൂർണ്ണമായും തകർന്ന വീടുകൾ, ഭാഗികമായി തകർന്ന വീടുകൾ. ഇതാണ് ഈ ഗ്രാമത്തിലുള്ള ഈ ചെറുപ്പക്കാരൻ. ഇപ്പോൾ ആ സ്കൂളിൻ്റെ പരിസരത്തേക്ക് രക്ഷാപ്രവർത്തക സംഘം എത്തുന്നു. പക്ഷേ അവിടേക്ക് ഈ ചെളിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ മണ്ണ് പൂണ്ട് കിടക്കുകയാണ്. റിപ്പോർട്ടിൻ്റെ എക്സ്ക്ലൂസീവ് വിഷ്വലാണ് ഇത് കാണുന്നത്. വളരെ വേദനിപ്പിക്കുന്ന വിഷ്വലാണ്. തീർച്ചയായും രക്ഷാപ്രവർത്തക സംഘം അങ്ങോട്ടേക്ക് എത്തണം. 4-5 സ്പോട്ടുകളാണ് ഇനിയും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകളാണ് തത്സമയം കാണുന്നത്. വയനാട്ടിൽ ഒരു ഗ്രാമം മുഴുവൻ അപ്പാടെ തന്നെ ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. ഹെലികോപ്റ്ററുകൾ എത്തിയിരുന്നു. 2 ഹെലികോപ്റ്ററുകളും വട്ടമിട്ടു പറന്നുവെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. മുണ്ടക്കൈ ഗ്രാമത്തിൽ സ്കൂളിന് സമീപത്താണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ പുഴയിൽ മുങ്ങിക്കിടക്കുന്നത്. രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം. ഒരു വീട് തകർന്നു കിടക്കുന്ന കാഴ്ച നോക്കൂ. ആ വീടിൻ്റെ പരിസരത്തുള്ള വാഹനങ്ങൾ ഒഴുകി ഒലിച്ചു പോകുന്ന കാഴ്ച നോക്കൂ. ഇപ്പോൾ ഈ മുണ്ടക്കൈ ഗ്രാമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം, ദൗത്യസംഘം അവിടെ എത്തിയിട്ടുണ്ട്. ദൗത്യസംഘത്തിനോടൊപ്പം ആ ദൗത്യസംഘം നൽകുന്ന വിവരമനുസരിച്ച് പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന മനുഷ്യരാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി കാത്തിരിക്കുന്നത് ട്രീ വാലി റിസോർട്ടിലും ഒപ്പം തന്നെ മദ്രസയുടെ പരിസരത്ത്, ഒപ്പം ഈ മുണ്ടക്കൈ ഗ്രാമത്തിൻ്റെ പരിസരത്തും ഒപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് 4 പ്രധാനപ്പെട്ട സ്പോട്ടുകൾ. അതിലൊരു വിദ്യാർത്ഥി, +2 വിദ്യാർത്ഥി, അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുന്നില്ല. ആ വീടിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇന്നലെ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ പോയവർ രാത്രി 1 മണിയോടുകൂടി ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഈ മുണ്ടക്കൈ ഗ്രാമത്തിലും ഒരു ഉരുൾപൊട്ടുന്നു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 2 ഉരുൾപൊട്ടൽ. അതിൽ നിന്ന് അവർ മോചനം നേടും മുൻപ് തുടർച്ചയായി 3ാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടാകുന്നു. തുടർച്ചയായിട്ടുള്ള 3 ഉരുൾപൊട്ടലുകളിൽ വയനാട്ടിൽ ഒരു ഗ്രാമം പൂർണ്ണമായും, മുണ്ടക്കൈ ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ടു. അട്ടമല ഗ്രാമവും പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു. ഒപ്പം തന്നെ ചൂരൽമലയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ആൾനാശവും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 43 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ്. മിംസ് ആശുപത്രിയിലും മേപ്പാടി ആശുപത്രിയിലുമായി